ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. നോമ്പുകാലം ക്രിസ്തീയ ജീവിതത്തിൽ വളരെ ആത്മീയമായ ഒരു യാത്രയാണ്. ഈ കാലഘട്ടം നമുക്ക് ആത്മപരിശോധന, ഉപവാസം, പ്രാർത്ഥന, മാനസാന്തരം എന്നിവയിലൂടെ ദൈവത്തോടുള്ള ബന്ധം കൂടുതൽ ആഴപ്പെടുത്തുവാൻ അവസരം നൽകുന്നു. യേശുക്രിസ്തുവിൻ്റെ ക്രൂശുവേദനയും ത്യാഗവും ഓർത്തുകൊണ്ട് നാം നമ്മുടെ ജീവിതം പുതുക്കുകയും ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് കീഴ്പ്പെടുകയും ചെയ്യേണ്ട സമയമാണിത്. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം യാക്കോബ് 3:8 മൃഗം, പക്ഷി, ഇഴജാതി, ജലജന്തു ഈ വകയെല്ലാം മനുഷ്യന് മെരുകുന്നതാണെന്നും എന്നാൽ മെരുകാത്തത് മനുഷ്യൻ്റെ നാവാണെന്നും അത് മരണകരമായ വിഷമാണെന്നും പറയുന്നു. നാം നമ്മിൽ ഏറ്റവും ചെറിയവനോട് ശ്രദ്ധാലു ആകുവാനും അങ്ങനെ മറ്റുള്ളവരെ വേദനിപ്പിക്കുകയും മുറിപ്പെടുത്തുകയും ചെയ്യുന്ന വാക്കുകളിൽ നിന്നും സംസാരത്തിൽ നിന്നും നമ്മെ തന്നെ അകറ്റി നിർത്തുവാനും ഈ നോമ്പ് നമ്മെ സഹായിക്കുമാറാകണം. പലപ്പോഴും നമ്മുടെ വാക്കുകൾ, സംസാര രീതികൾ, പെരുമാറ്റങ്ങൾ വേദഭാഗത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ വിഷം നിറഞ്ഞതാണ്. അത് പലപ്പോഴും പലരെയും മുറിപ്പെടുത്തുന്നതും വേദനപ്പെടുത്തുന്നതും സങ്കടപ്പെടുത്തുന്നതും ആണെന്ന് നാം അറിയുന്നില്ല. വാക്കുകൾ കൊണ്ടുണ്ടാവുന്ന മുറിവിൻ്റെ വേദന അതികഠിനമാണ്. അത് നാം ഓർക്കേണ്ടതുണ്ട്. ഈ നോമ്പുകാലം നമുക്ക് നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. നമ്മുടെ നാവിനെ നിയന്ത്രിച്ചുകൊണ്ട് നമ്മൾ മൂലം ആരും വേദനിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തി മുൻപോട്ട് പോകാൻ ദൈവം തമ്പുരാൻ നമ്മെ സഹായിക്കട്ടെ. ആമേൻ.